അല്ല ലച്ചു, കൃഷ്ണനും പിള്ളേരും കാണുന്നില്ലല്ലോ. എന്റെ അമ്മേ, അമ്മ ഇങ്ങനെ ടെൻഷൻ ആവാതെ അവരിങ്ങ് എത്തിക്കോളും. അമ്മ ഇവിടെ കുറെ നേരമായില്ലേ ഇരിക്കുന്നേ, അതുകൊണ്ട് അമ്മക്ക് അങ്ങനെ തോന്നുന്നേ. ആ പിള്ളേരൊക്കെ കണ്ടിട്ട് കുറേ ആയി. നിന്റെ കല്യാണത്തിന് കണ്ടതാ. കൃഷ്ണനെ ജോലി തിരക്കോട്ട് വരാനും ടൈമില്ലല്ലോ. അല്ലമ്മേ, ഏട്ടനെന്തേ? അവന് പിള്ളേർക്ക് എന്തൊക്കെയോ മേടിക്കാൻ പോയതാ. അമ്മ പറഞ്ഞതുപോലെ എനിക്ക് അവരെ കാണാൻ പൂതിയായിട്ട് വയ്യ. ഞാനും അന്ന് കണ്ടതാ. ആ താഴേന്ന് ഈ കസാരയിലോട്ട് ഇരിക്കു പെണ്ണേ. വേണ്ട അമ്മേ, ഇവിടെ ഇരുന്നോളാം. ഇവിടെയാ സുഖം. അല്ല മോളെ, സിദ്ധുനി എന്ന നാട്ടിലേക്ക് പറഞ്ഞിരുന്നോ? എന്റെ ഡെലിവറി അടുക്കുമ്പോഴേക്കും വരാൻ മതിയെന്നാ തോന്നുന്നേ. അല്ലമ്മേ, കീർത്തിച്ച് വിളിക്കാറില്ലേ? ആ വിളിക്കാറുണ്ട്. അവളെ കാണാൻ പൂതിയായിട്ട് വയ്യ. 2 വർഷമായില്ലേ ഇപ്പോ. സച്ചിക്ക് പെണ്ണ് തിരയണമെന്നൊക്കെ പറയുന്നു കേട്ടു. അയ്യോ, അപ്പൊ പാറു? അല്ലമ്മേ, അവന് കല്യാണ പ്രായമൊക്കെ ആയോ? നീ പറഞ്ഞ പോലെ പ്രായമൊന്നും ആയിട്ടില്ല. 26ലേക്ക് കടക്കുന്നേ ഉള്ളൂ. പക്ഷേ സച്ചി ഏതോ പെണ്ണിനെ കണ്ടുവച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ്. അതുകൊണ്ട് എൻഗേജ്മെന്റ് ഉടൻ തന്നെ വേണമെന്നൊക്കെ പറയുന്നു കേട്ടു. ഓ, ഇപ്പോഴേ സമാധാനായി. അല്ലമ്മേ, കല്യാണം കഴിഞ്ഞാ അവരങ്ങോട്ടേക്കാണോ കൊണ്ടുപോവുക അവളെ? അതൊന്നും അറിയില്ലടി. സച്ചിക്ക് ഈ നാടാണ് ഇഷ്ടം. അപ്പോ ചിലപ്പോ ഇവിടെ തന്നെ വീട് വെക്കാൻ മതി. അച്ഛമ്മേ! ആ അച്ഛമ്മന്റെ പൊന്നു മക്കളെ എത്തിയോ? അല്ല, നന്ദു അച്ഛനൊക്കെ എന്തേ? ഒന്നും പറയണ്ടമ്മേ, അവനെ രാഹുലിനെ കണ്ടപ്പോ അവിടെ ഇറങ്ങി. കൃഷ്ണേട്ടൻ ഞങ്ങളെ ഇവിടെ ഇറക്കി പോയതാ. എന്തോ വാങ്ങാനുണ്ടെന്ന് പറഞ്ഞ്. എന്റെ ബാഗും ഫോണൊക്കെ അതിലാ. ആ നിങ്ങൾ ലച്ചുവിനെ പോലെ അവിടെ തന്നെ ഇരുന്നോ? അതിനെന്താ അമ്മേ? ലക്ഷ്യന്റെ കുഞ്ഞുവാവ എന്ത് പറയുന്നു? കുഞ്ഞുവാവ വിഷമിച്ചിരിക്കായിരുന്നു. എന്റെ പാർക്കുട്ടിയെ കാണാനില്ലല്ലോ എന്ന് പറഞ്ഞു. ആണോ? എന്നാ ഞാൻ ഇപ്പൊ വന്നില്ലേ? നിങ്ങൾ സംസാരിച്ചിരിക്കെ അച്ഛമ്മ ചായ എടുത്ത് വെക്കട്ടെട്ടോ. വേണ്ടമ്മേ, അവരൊക്കെ ഇപ്പൊ കുടിച്ചു വരുന്നേ ഉള്ളൂ. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും കുടിച്ചിട്ടുണ്ട്, വരുന്ന വൈക്കും കുടിച്ചു. അവരൊക്കെ വരുമ്പോഴേക്കും ഞാൻ ഉണ്ടാക്കി വെക്കട്ടെ. കുറച്ച് പഴംപൊരി ഉണ്ടാക്കാൻ പഴം ചെത്തി വെച്ചിട്ടുണ്ട്. അല്ല ലച്ചുപെണ്ണേ, എന്തൊക്കെയുണ്ട് വിശേഷം? സിദ്ധു വിളിച്ചിരുന്നില്ലേ? ആ, കുറച്ചു മുമ്പ് വിളിച്ചു വെച്ചതേ ഉള്ളൂ. നിങ്ങളൊക്കെ ചോദിച്ചിരുന്നു. ഇനിയിപ്പോ എന്നാ നാട്ടിലോട്ട്? അതൊന്നും പറഞ്ഞില്ലേ ചേച്ചി. ചിലപ്പോ ഡെലിവറി ടൈം ആവുമ്പോഴേക്കും വരാ മതി. അല്ലേ ചേച്ചി, നമ്മുടെ സച്ചിയുടെ കല്യാണം നോക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. നമ്മളെ സച്ചിയുടെയോ? ഞാൻ കേട്ടില്ല. ആരാ പറഞ്ഞേ? അമ്മ പറഞ്ഞതാ. അവനിപ്പോ 25 ആവുന്നല്ലുള്ളൂ. അവരെന്തിനാ ഇപ്പോഴേ തിരക്ക് കൂട്ടുന്നേ? അവർക്ക് തിരക്കുണ്ടായിട്ടില്ലേ ചേച്ചി. അവനേതോ പെണ്ണിനെ കണ്ടുവച്ചിട്ടുണ്ടത്രേ. അവരെ വീട്ടുകാർക്കാ തിരക്ക്. എടി പാറു, നമ്മുടെ പാറേച്ചിയെ പറയുന്നേ. ആ ചേച്ചി, എനിക്ക് മനസ്സിലായി. മിണ്ടാതെ നിക്ക്, അമ്മ കേൾക്കണ്ട. അമ്മക്ക് അറിയത്തില്ലല്ലോ. അല്ല, ഇവിടെ ഉള്ള ആളാന്ന് പറഞ്ഞു അവന്. ഇവിടെയാണോ അതോ അവിടെയോ? ഈശ്വരാ, ഞാൻ ഇപ്പൊ എന്താ പറയാ? അതിപ്പോ എനിക്കറിയത്തില്ല. അവന്റെ കൂടെ പഠിച്ചതെങ്ങാനും ആവും. ആ, ആയിരിക്കും ചേച്ചി. അല്ല, ഇനി കല്യാണം കഴിഞ്ഞ് അവര് ഇനിയും പോകുന്നുണ്ടോ? അതറിയില്ലേ ചേച്ചി. സച്ചിക്ക് ഇവിടെ താമസിക്കാനാ ഇഷ്ടം. അത് ശരിയാ, അവൻ എപ്പോഴും പറയാറുണ്ട്. അല്ല, കൃഷ്ണേട്ടനൊക്കെ എന്താ വരാത്തെ? എന്റെ ഫോണും അതിലാ. അല്ലേ ചേച്ചി, ഫോൺ എടുത്തിടായിരുന്നോ? ബാഗിലാടി, ഞാൻ